Hi all, good morning and welcome back. 2 ദിവസമായിട്ട് ഞാൻ ഉണ്ടായിരുന്നില്ല. സുഖമില്ല, എന്നാലും ഓക്കെയാണ്. ട്രിപ്പൊക്കെ പോയി വന്നതാണ്. അപ്പോ എല്ലാരെയും നന്നായിട്ട് മിസ് ചെയ്തു. 2 ദിവസം ക്ലാസ് ഒന്നും ഇല്ലായിട്ട്. നാളെ ഉണ്ട് കേട്ടോ ക്ലാസ്. ബിക്കോസ് അറിയാലോ, നമുക്ക് ഇന്നലത്തെ ക്ലാസ് മിസ്സായതാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ 113 സ്റ്റാർട്ട് ചെയ്യണം. സോ നാളെയും കൂടെ ക്ലാസ് ഉണ്ട് കേട്ടോ. വലിയ സുഖമുള്ള വാർത്തകളൊന്നുമല്ല പുറത്തു വരുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് അതാണ് പറയാൻ പറ്റുക. പേപ്പറൊക്കെ എടുക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു കറിജ. വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന വായിക്കുന്നൊക്കെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്ത്യൻ കോൺടെക്സ്റ്റിലാണ് എന്താവുമെന്ന്. യെസ്, ഇനിയും നമ്മൾ പ്രതികരിക്കാതിരുന്നത് ഇത്ര കാലമായി ഓരോ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന. ഞാനത് പ്രൗഡ് ഇന്ത്യൻ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത സമയത്ത് പലരും നിങ്ങൾ ഇതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാണോ, എന്നോട് കുറച്ച് പെൺകുട്ടികളാണ് ചോദിച്ചത്, നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാണോ, നരഹത്യാണോ, എങ്ങനെയാണെന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഒറ്റ കാര്യമാണ് അവരോട് ചോദിച്ചത്. നമ്മളായിരുന്നെങ്കിലും ആ സ്ഥാനത്ത്, അതായത് എന്താ പറയാ, ഇട്ട മൈലാഞ്ചിയുടെ ചോപ്പ് മാറുന്നതിന് മുന്നേ വിധവയാവാന്ന് പറയുമ്പം അതൊക്കെ സ്വന്തം കൺമുന്നിൽ കണ്ടിട്ടാണ് പ്രാണൻ പെടഞ്ഞ് മരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു നിമിഷമെങ്കിൽ അത് നമ്മളായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡ് ഭാരതീയാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടി തന്നെയാണ്. അതിൽ ഞാൻ എന്നും അഭിമാനിക്കുന്നു ഒരു ഇന്ത്യക്കാരിയായതിൽ. ആൻഡ് ഇന്ത്യൻ ആർമി സെലന്റ്. ഇപ്പം ഒരേ ഒരു പ്രാർത്ഥനയുള്ളത്, ഇന്ത്യൻ ആർമിക്ക് എല്ലാവിധ പവറും കിട്ടട്ടെ, ഒരു രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ എന്നുള്ളതാണ്. കാരണം ഒരുപാട് സോൾജേഴ്സിന്റെ വൈഫും ഇവിടെ നമ്മളോടൊപ്പം നമ്മളിടയിലുണ്ട്. അവരൊക്കെ ഭയങ്കരമായിട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഭഗവത്ഗീതയായിരുന്നു. ഭഗവത്ഗീതയെ പറ്റി നമ്മൾ വളരെ വിശദമായി നോക്കി. രണ്ടാമത്തെ കർമ്മ തിയറിയാണ്. ഞാൻ ഏറ്റവും വിശ്വസിക്കുകയും ഞാൻ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു തിയറിയാണ് കർമ്മ തിയറി. Ancient Indian texts highlight the importance of karma deeds in the life of individual. Ancient Indian texts like karma phala. നല്ലത് ചെയ്ത് നല്ലത് തന്നെ കിട്ടും. Karma means the appropriate action. The karma theory is based on the belief that every event in a person's life has a cause and effect relation. താനി വിളിച്ചിരുന്നു കോസ്റ്റ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, നമ്മൾ ചെയ്യുന്നതിന്റെ പ്രത്യാഘാതം നമ്മൾ അനുഭവിച്ചേ മതിയാവും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫിലോസഫി ഓഫ് ആസ് യു സോ സോ ഷാൽ യു റീപ്. നിങ്ങൾ വിതച്ചതേ നിങ്ങൾ കൊയ്യൂ. The law of karma states that every individual has to pay for his action, and according to the belief, mental illness are considered as the consequences of bad karma of the past. അവിടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് മാനസിക രോഗം നമ്മുടെ പൂർവ്വ ജന്മത്തിലെ കർമ്മഫലത്തിന്റെ ബാക്കിയായിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്യൂ എന്നുള്ള കാര്യം ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. However, this does not indicate a deterministic or fatalistic approach. ഇതൊരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് ഫാറ്റലിസ്റ്റിക് അപ്രോച്ച് ഒന്നായിട്ട് കാണില്ല. ബിക്കോസ് എന്താ,
Rather, it highlights the personal responsibility as a state with good karma, a person can shape their destiny, thus changing what happens in their life. അതായത് പൂർവ്വജന്മത്തിന്റെ പാപങ്ങളാണ് നിങ്ങൾ ഈ ജന്മം അനുഭവിക്കുന്നതെന്ന് പറയുന്നില്ലെങ്കിൽ കൂടിയും നല്ലത് ചെയ്താൽ, നല്ല ഇന്റൻഷനോടെ, ഒരു റോഡിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റിയാൽ പോലും നന്മയായിട്ട് തന്നെ കാണും. Such a concept can help in motivating a person in a therapeutic situation. അത്തരത്തിലുള്ള കോൺസെപ്റ്റ്സ് നമ്മളെ തെറാപ്യൂട്ടിക് സിറ്റുവേഷനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് പറ്റും കർമ്മ. The construct of karma plays a significant role in Indian context when it comes to adaptation, adjustment, and coping process. The construct of karma എന്ന construct ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രധാനമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും കോപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. Such a concept can help in motivating a person in a therapeutic situation. ആ ഒരു തെറാപ്യൂട്ടിക് സിറ്റുവേഷനിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മളെ കർമ്മയാണ് എന്നുള്ള രീതിയിൽ. The construct of karma plays a significant role in Indian context when it comes to adaptation, adjustment, and coping process. It provides a value-oriented explanation of an individual's life condition. Life condition value. അതായത് കർമ്മഫലമാണ് വിശ്വസിക്കുന്ന സമയത്ത് ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. People in Indian context actively construct the meaning and causality of their problem on based their karmas. ഒരു പരിധി വരെ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് പ്രോബ്ലംസും കോസാലിറ്റിയും എന്നോട് ചില പലർക്കും നമ്മളോട് ഭയങ്കര ദുഷ്ടത്തിലൊക്കെ ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്, മനുഷ്യന്മാരാണ്. അപ്പൊ എനിക്ക് വളരെ കേട്ടത് ഞാൻ അവരോട് പറയും, ഇതിങ്ങനെയാണ്, എനിക്ക് നിങ്ങളായിട്ടുള്ള കാര്യങ്ങളില്ല. ബാക്കി ഞാൻ കർമ്മയ്ക്ക് വിട്ടുകൊടുക്കുക ചെയ്യാം. അവര് ഞാനായിട്ട് തകർക്കാനോ അല്ലെങ്കിൽ എന്നോട് ചെയ്തത് അതേപോലെ റിട്ടേൺ ചെയ്യാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഇവർ ഫേമിന് പോലും ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഒറ്റയാൾ പട്ടാളമായിരുന്നു. ഞാനെന്നെ എല്ലാം ചെയ്യുന്നു. അപ്പോ ഭയങ്കരമായിട്ട് നെഗറ്റീവ്സ് എല്ലാം ഐ മീൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഫേമിലെ ഓർഗനൈസറെ, അത് പയ്യനായിരുന്നു, അവന് ഒരു പെൺകുട്ടിനെ വെച്ച് പ്രണയിക്കുക, നമ്മുടെ സ്ട്രാറ്റജീസ് മനസ്സിലാക്കുക, എന്നിട്ട് ആ പെൺകുട്ടി ഇപ്പുറത്ത് പോയിട്ട് നമ്മളെ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക. ഇതൊരിക്കലും റൈറ്റ് ഇന്റൻഷൻ അല്ല. ഇപ്പുറത്തെ അതായത് ഞാൻ അന്നേരം ക്ലാസ് കൊടുക്കുന്നതിൽ നിന്ന് പകുതിയിൽ കുറവ് പൈസക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. സോ കുറെ കുട്ടികൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ആകെ ഡെസ്പായി, കാരണം ഞാൻ അത്രയും. അപ്പൊ ഞാനെന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാനെന്നാ ഫീസ് കുറച്ചല്ല. അപ്പൊ ഹസ്ബൻഡ്, നീ എന്തിനാ ഫീസ് കുറയ്ക്കേണ്ട ആവശ്യം, നീ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത്, നീ നിന്റെ ക്വാളിറ്റി ഒരിക്കലും കുറയ്ക്കേണ്ട, കൂട്ടുക. അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി നീ പൈസ കുറയ്ക്കുകയാണെങ്കിൽ നിന്റെ റെപ്യൂട്ടേഷനാണ് പോകുന്നത്. തുടക്ക സമയത്തായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഒരൊറ്റ സെമസ്റ്ററിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടേ കൂട്ടിപ്പോയി. അവർ പറഞ്ഞയച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന് നല്ല പണി കിട്ടി. ഞാൻ ലൈവായിട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഞാനൊരു വലിയ പാടാണ്. നമ്മള് ഒരു ഫോമുമായിട്ട് മുന്നോട്ട് പോകും. കോമ്പറ്റീഷനാണ്, നല്ല കോമ്പറ്റീറ്ററാണ് ഞാൻ. എല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒരു ഫേമിന്റെ മുകളിലേക്ക് വരാൻ എന്തൊക്കെ ചെയ്യാം അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്റെ കൂടെ മുന്നേ കൂടിയവർക്ക് മനസ്സിലാവും. പക്ഷെ മറ്റവന്റെ കുതികാല് വെട്ടിയിട്ടാവരുത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉയരുന്നത്. അതായത് മറ്റേയാളെ തകർത്തിട്ട് വേണം എനിക്ക് മുന്നേറാൻ. അത് ഞാൻ ക്വാളിറ്റി ഒന്നും കൂട്ടില്ല, ഇയാളെ തകർത്താൽ എനിക്ക് ഇവിടെ നിൽക്കാം. ഇങ്ങനെ പറ്റില്ല. കാരണം നമ്മളെ ഭയങ്കരമായിട്ട് പരീക്ഷിക്കും. അപ്പോ നിങ്ങൾക്ക് ഒരാളോട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി കൂട്ടുക. അതാണ് ഏറ്റവും നല്ല. Okay, people in Indian context actively construct the meaning and causality of their problem on the basis of their karma. This also influences the way people deal with their problem. ഇത് അവളെ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ ഞാൻ അവർക്ക് വേണ്ടി തിരിച്ചറിയാം, ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് എന്റെ ഫേം അനുഭവിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, നല്ലത് ചെയ്യാം, നല്ലത് വരും. ഇതാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ കർമാത്യ. ഓക്കെ ആണോ? ഓക്കെ ആണോ? മൂന്നാമത്തതാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ്സും അടിപൊളിയാണ്. പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ് എന്നത് വേറെ ലെവലാണ്. മൈൻഡ്ഫുൾനെസ് ബേസിക്കലി മീൻസ് അവയർനെസ്. ഒരു മിനിറ്റ്.
It refers to the way of paying attention, which is accepting, sensitive, and independent of any thoughts or judgment. Mindfulness awareness, paying attention, which is accept sensitive, independent of any thought or judgment. Thought and judgment, it is about being aware and fully conscious of the present moment experience without attaching any value to it. ഈ നിമിഷം ആസ്വദിക്കുക. നമ്മളെ കൊണ്ട് ഒന്നും പറ്റാത്തതാണ് ഈ നിമിഷം ആസ്വദിക്കുക എന്ന് പറയുന്നത്. Mindfulness has its roots in Buddhism, but the experience of mindfulness is mentioned in many sacred texts. ബുദ്ധിസത്തിൽ നിന്നാണ് മൈൻഡ്ഫുൾനെസ് വരുന്നതെങ്കിലും എന്താണ് ഒരുപാട് സേക്രഡ് ടെക്സ്റ്റ് ബുക്കിൽ, അതായത് വിശുദ്ധ പുസ്തകങ്ങളിൽ മൈൻഡ്ഫുൾനെസ് നമ്മൾ പാസ്റ്റിൽ കുടുങ്ങി കിടക്കുക, ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് പലപ്പോഴും ആസ്വദിക്കാൻ പറ്റാറില്ല. അതാണ് മൈൻഡ്ഫുൾനെസ്സിൽ. Practicing mindfulness can be understood as way of relating to one's own experience that help in decreasing the pains associated with life's difficulties, especially in self-imposed ones. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റും, നമ്മൾ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമ്മളെ പെയിൻ കുറയ്ക്കാൻ പറ്റും, ലൈഫിലെ ഡിഫിക്കൽട്ടീസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. എന്താണ് മൈൻഡ്ഫുൾനെസ്സിലുള്ളത്? അവയർനെസ്, അറ്റൻഷൻ ആൻഡ് റിമെമ്പറിംഗ്. In counseling, practicing mindfulness can be beneficial in many ways. Counseling and mindfulness practicing in many ways are beneficial. Mindfulness may help in developing emotional regulation. ഞാൻ നിങ്ങളെയൊക്കെ പാടെ 2 ദിവസം മറന്നതാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്യായിരുന്നു എന്റെ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ കൂടെ. വയ്യാതെ തോന്നി. Mindfulness promotes metacognitive awareness and enhance attentional capacities. നമ്മളെ ചിന്തേനെ നമുക്ക് തന്നെ ചിന്തിക്കാം പറ്റും. അത് ഞാൻ ചിന്തിക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റും. അത് നമ്മളെ അറ്റൻഷൻ കപ്പാസിറ്റി കൂട്ടും. അത് എഫക്റ്റീവ് ഇമോഷണൽ റെഗുലേഷൻ. ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണ്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രശ്നമാണെന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റും. അത് ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ് can help in cultivating better relationship ഉണ്ടാക്കാം. It is associated with better relationship satisfaction. Mindfulness promote empathy, which can help the counselor to communicate with the client in a better way. Empathy promote cheyanum nalla communicate cheyanum mindfulness-looda pattum. Mindfulness can cultivate patience, shama, which can help in accepting reality. And reality accepting nammal sahayikkum. Accepting help in perceiving things as they really are. It helps in clarity of thought. അതായത് എന്താണ് കാര്യങ്ങൾ കറക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ പെർസീവ് ചെയ്തതല്ല, അവളെന്തെങ്കിലും ചെയ്യാനുള്ള കാര്യം ഇതാണ്, നല്ല രീതിയിൽ പെർസീവ് ചെയ്താൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തോട്ട്സിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറ്റും. Mindfulness help in developing valuable insight regarding the difficulties. അവിടെ നമുക്ക് ഇൻസൈറ്റ് ഉണ്ടാക്കാൻ പറ്റും ഡിഫിക്കൽട്ടീസിൽ. അതായത് എന്തെങ്കിലും ഡിഫിക്കൽട്ടിലൂടെ കടന്നു പോകുമ്പോൾ യെസ് ഇത് ഇതുകൊണ്ടാണ് വാല്യബിൾ ഇൻസൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. Such insight can be useful in having a better understanding of one's life. ആ ഇൻസൈറ്റിലൂടെ നമുക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാം നമ്മുടെ ലൈഫിൽ. അപ്പൊ മൈൻഡ്ഫുൾനെസ് ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫാക്ഷൻ, ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എമ്പതി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പേഷ്യൻസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തോട്ട് ഡിഫിക്കൽട്ടി സമയത്ത് വാല്യബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണ് മൈൻഡ്ഫുൾനെസ്സിൽ നമ്മൾ ചെയ്യാം? മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് ഉണ്ട്. നമുക്ക് പ്രാണായാമമായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഫോക്കസ് ഓൺ ഇൻഹലേഷൻ, അതായത് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. പിന്നെ മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് ഉണ്ട്. അടിപൊളി. ഞങ്ങൾക്ക് മുന്തിരിയൊക്കെ ആയിരുന്നു തരാറുണ്ടായിരുന്നത്. അതായത് ഇൻഹലേഷനും മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ്, പേ അറ്റൻഷൻ ടു സൈറ്റ്, അത് കാണുക, സ്മെൽ ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക, ടെക്സ്ചർ നോക്കുക. മുന്തിരികരമായിട്ട് ആദ്യം നാവോടെ മുന്തിരി ടച്ച് ചെയ്യാൻ പറയുന്നത് പതുക്കെ. മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് ഒരു മുന്തിരി തന്നെ ഒരു 10-20 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? മൈൻഡ്ഫുൾനെസ് മൂവിങ് ഉണ്ട്, നടത്തം, ഈ നേച്ചറിലൂടെയൊക്കെ. Notice your own body movements, how you are moving different body parts. Notice your feel of your hands and feet against different texture. പിന്നെ മൈൻഡ്ഫുൾനെസ് ഡ്രോയിങ് ഉണ്ട്. Notice the process of drawing, starting from how you are holding a pencil, how it touching against the paper, how you are moving it on paper. വരയിലല്ല, നമ്മൾ എന്താണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആ ഒരു
പ്രോസസ്സിലാണ് ശ്രദ്ധിക്കണം. മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ്, മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ്, മൈൻഡ്ഫുൾനെസ് മൂവിങ്, മൈൻഡ്ഫുൾനെസ് ഡ്രോയിങ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ 3 നോക്കിയത് ഏതൊക്കെയാണ്? ഭഗവത്ഗീത, കർമ്മ തിയറി, മൈൻഡ്ഫുൾനെസ്. ഇനി 4ാമത്താണ് ദ ഇന്റഗ്രേറ്റീവ് അപ്രോച്ച്. The integrative approach consider an individual as an integration of mind, body, and soul. Contrary to many Western theories, this approach is focusing upon the interconnectedness of different aspects of a person's life. Kada integrative approach എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ്, മൈൻഡും ബോഡിയും സോളൊക്കെ. അതായത് വെസ്റ്റേൺ തിയറിയിൽ കുറച്ച് കോൺട്രറി ആയിട്ടാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് പേഴ്സണൽ ലൈഫ്. അത് മൈൻഡും, അതായത് ശരീരവും മനസ്സും ആത്മാവും തമ്മിൽ കൂടിച്ചേരാന്നാണ്. The integrative approach toward a person has its origin in തൈത്രീയ ഉപനിഷത്ത് എന്നാണ് അത് വരുന്നത്. അവിടെ 5 ഡയമെൻഷൻസ് ഉണ്ട് എന്നാ പറയുന്നത്. അതായത് ഒരു മനുഷ്യന് 5 ഡയമെൻഷൻസ് ഉണ്ട്, 5 കൊശാസ് ഉണ്ട് എന്നാണ്. അനന്മയ കൊശ, പ്രാണന്മയ കൊശ, മനോന്മയ കൊശ, വിജ്ഞാനമയ കൊശ, ആനന്ദമയ കൊശ. അങ്ങനെ 5 കൊശാസ് ആണ് ഉള്ളത്. എന്താണ് അനന്മയ കൊശ? It refers to the physiological system of the body and the affection. അതായത് ഫിസിയോളജി ആണ്. The outermost kosha is called shell of food. അവിടെ എന്താണ്? ഫുഡ് കഴിക്കുമ്പോൾ, അതായത് നമ്മുടെ ബോഡിയിലെയാണെന്ന് പറയുന്നത്. ഇനി പ്രാണന്മയ കൊശ എന്ന് പറയുന്നത് എന്താണ്? സെൻസേഷനാണ്, അതായത് പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള. It refers to psychophysical dimension which basically include experience of sensation. The sheath is composed of prana, the force that hold together the body and the mind. ബോഡിനെ മൈൻഡിനെ ഒരുമിച്ച് പിടിക്കുന്നതാണ്. സെൻസേഷൻ ആണ് കാഴ്ച, കേൾവി, വാസന, ടച്ച്, അങ്ങനത്തെ കാര്യങ്ങൾ. ദ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ദിസ് കൊശ. ഈ കൊശയുടെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഫസ്റ്റിൻ്റെത് ശീത ഫുഡ് ആണെങ്കിൽ ഇവിടെ ബ്രീത്ത് ആണ്. ഇനി മനോന്മയ കൊശ ഉണ്ട്. It refers to the mind, but is more than the mind, includes other mental mechanism and emotions. Mind ആണ് mental mechanism, emotion ഒക്കെ. ഇവിടെ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആണ് സെൻട്രൽ ആയിട്ടുള്ള കൊശ. ഇനി വിജ്ഞാനമയ കൊശ ഉണ്ട്. വിജ്ഞാനമയ കൊശ refers to the higher cognitive functions ആണ് and related to intellectual and knowledge. വിജ്ഞാന മീൻസ് ഇന്റലക്ട് ആണ്, അതായത് ബുദ്ധിവികാസം കാര്യങ്ങൾ. ഷീത്ത് എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. ആനന്ദമയ കൊശയില് ആനന്ദമയ കൊശ സ്പിരിച്വൽ ഡയമെൻഷൻ ആണ് for person. The word ആനന്ദം refers to state which cannot be explained in words. വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തത്ര ആനന്ദം. It refers to the transcendent something that is beyond explanation. It is the innermost question. 5 അതില് അനന്മയ ബോഡി, പ്രാണന്മയ എന്താ മൈൻഡ് ആണ്, പ്രാണന്മയ സെൻസേഷൻ ആണ്, മനോന്മയ മൈൻഡ് ആണ്, വിജ്ഞാനമയ ഇന്റലക്ച്വൽ ആൻഡ് റീസണിങ്, ആനന്ദമയ വാക്കുകൾക്ക് വിശദീകരിക്കാൻ പറ്റാത്തത്രയുള്ള ട്രാൻസ് അല്ലെങ്കിൽ ആനന്ദം, സ്പിരിച്വൽ ഡയമെൻഷൻ. All the Pancha koshas are integrated with each other. അങ്ങോട്ടും ഇങ്ങോട്ടും koshas ഒക്കെ integrate ചെയ്യുന്നുണ്ട്. Although they are considered as separate entities. ഈ 5 separate ആണെങ്കിലും they are inseparable from each other. ഒന്നും ഒന്നിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. Change in one of koshas likely to affect other kosha. ഇതിൽ ഒന്നിന്, അതായത് ബോഡിക്ക് ബാധിച്ചാലോ വിജ്ഞാനത്തിന് ബാധിച്ചാലോ ഒക്കെ മറ്റൊന്നിക്ക് എഫക്ട് ചെയ്യും. In the counseling process, the first task of the counseling is to identify the kosha from where the problem is originating. എവിടെയാണ്, അതായത് ബോഡിക്കാണോ, സെൻസേഷനാണോ, മൈൻഡിനാണോ, ഇന്റലക്ച്വലിനാണോ, സ്പിരിച്വലിനാണോ എന്ന് കണ്ടെത്താം. Depending upon the kosha, an appropriate therapeutic intervention is provided to the person. Thus, the effectiveness of counseling from this person depends upon the identification of kosha. കണ്ടോ? അതായത് 5 കൊശയുണ്ട്. അനന്മയ, പ്രാണന്മയ, മനോന്മയ, വിജ്ഞാനമയ, ആനന്ദമയ. ഇത് 5 സെപ്പറേറ്റ് ആണെങ്കിലും 5 അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് പ്രശ്നം വന്നാൽ 5നെയും ബാധിക്കും. സോ ഏത് കൊശയിലാണ് പ്രശ്നം കണ്ടത് അത് മാറ്റുമ്പോൾ ബാക്കിയെല്ലാം ഓക്കെ ആവും എന്നാണ് പറയുന്നത്. പഞ്ചകൊശ മോഡൽ ഇത് വരയ്ക്കണം കേട്ടോ. ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ബാക്കി നാളെ എടുക്കാം. നാളത്തോടെ ഈ ചാപ്റ്റർ തീർത്തരാട്ടോ. അപ്പൊ ഇത് ഇത്രയും മതി. നാളെ ഇല്ലട്ടോ ക്ലാസ്. മേ ബി 10 മണിക്ക് തന്നെ ആയിരിക്കും കേട്ടോ. 10 ക്ലാസ് പ്രൊഡക്റ്റീവ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അത് സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.